ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ദുബായിലും നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചീസ് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അപ്പോൾ ആദ്യം വേണ്ടത് കേക്ക് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 2-3 വട്ടം അരിക്കണമെങ്കിൽ അരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് വേറെ വേറെ ആക്കി എടുക്കേണ്ടതുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മഞ്ഞയും വെള്ളയും ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം. നമ്മൾ കമഴ്ത്തി കൊടുത്താലും താഴെ വീണ് പോകാത്ത രീതിയിൽ വേണം കേട്ടോ. ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി ഈ മുട്ടയുടെ മഞ്ഞക്കറിയിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് തന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ ഞാൻ മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 1/4 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഓരോരുത്തർ എടുക്കണ മൈദക്ക് അനുസരിച്ചിട്ട് ചിലപ്പോ പാല് കൂടിയെന്നും കുറഞ്ഞെന്നും വരും. അപ്പൊ ഇതുപോലെ വേണം നമ്മളെ ബാറ്റർ കിട്ടാനായിട്ട്. ഇനി ആ ബാറ്ററിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അധികം ഇട്ട് കുത്തി ഇളക്കരുത്. പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാൻ സ്പീഡായിട്ടാണ് കാണിച്ചിട്ടുള്ളത് കേട്ടാ. നിങ്ങൾ പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇത് പതുക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ റെക്ടാങ്കിൾ ഷേപ്പിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓവൻ സെറ്റപ്പ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പാനിൽ തന്നെയാണ് എല്ലാ കേക്കും ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ ഇറക്കി വെച്ചിട്ട് അത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് കേക്ക് ടിന്നെ ഇറക്കി വെച്ചിട്ടുള്ളത്. 30 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പൊ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് വെന്തിട്ടില്ല എങ്കിൽ അതിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോ ചൂടൊക്കെ പോയതിനു ശേഷം ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിലുള്ള ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കേക്ക് ഇങ്ങനെ ഉണ്ടോ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ റെക്ടാങ്കിൾ ഷേപ്പിൽ തയ്യാറാക്കിയത്. എന്റെ അടുത്ത് അങ്ങനത്തെ നീളത്തിലുള്ള പാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടി അൺസാൾട്ടഡ് ബട്ടർ ആണ് വേണ്ടത്. പക്ഷെ എന്റെ അടുത്ത് ഒരെണ്ണം അൺസാൾട്ടഡും ഒരെണ്ണം സാൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കേക്കിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടും മിക്സ് ചെയ്ത് എടുത്തപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ 150 ഗ്രാം മതിയാവും നമുക്ക്. പിന്നെ ഞാൻ ചെറിയൊരു കേക്കും കൂടി തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവനായിട്ടും തന്നെ എടുത്തത് കേട്ടോ. അപ്പൊ ഇത് പുറത്ത് വെക്കാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ടൊന്ന് കുത്തിയെടുത്തത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് ആദ്യം ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ബീറ്റ് ചെയ്ത് വന്നപ്പോ കുറച്ച് മധുരം കുറവ് പോലെ തോന്നി. അപ്പൊ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതും കൂടി ഇട്ടപ്പോ പാകത്തിനുള്ള മധുരമായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇത് 2 കേക്കിലേക്കാണ്, ഈ ഒരു കേക്കും ഒരു ചെറിയ കേക്കും കൂടി തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. അല്ലെങ്കിൽ ബട്ടർ ഒരു 150 ഗ്രാം മതിയാവും കേട്ടോ. ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മതിയാവും. ഇപ്പൊ നന്നായിട്ട് തന്നെ നമ്മുടെ ക്രീം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇതുപോലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇതുപോലെ ഒരു ബട്ടർ ചീസ് കേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആൾക്ക് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സോപ്സ് റീഡിംഗ് എന്നാണ് കേട്ടോ ചാനലിന്റെ പേര്. അതിലിടുന്നത് കഥകളാണ്. അപ്പൊ കഥകൾ ഇഷ്ടമുള്ളവരൊക്കെ ആ ഒരു ചാനൽ കണ്ടാൽ മതി കേട്ടാ. അപ്പൊ ഇതിപ്പോ നമ്മൾ സാധാരണ കേക്ക് ചെയ്യും പോലെ ഷുഗർ സിറപ്പ് ഒന്നും വെറ്റേണ്ട കാര്യമില്ല കേട്ടോ. നേരെ ക്രീം കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനിപ്പോ നമുക്ക് സ്റ്റാൻഡിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തും ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അടിഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിന്റെ മുകളിലേക്ക് ചെഡാർ ചീസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ വിചാരിക്കും ഇപ്പൊ ചീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഇതൊന്നും നമുക്ക് എടുക്കുന്നില്ല. നല്ല ടേസ്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് മുകളിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലും ഞാൻ ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് ഈ ചെഡാർ ചീസ് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചെഡാർ ചീസ് തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കിന്റെ ഹൈലൈറ്റ്. അപ്പൊ മുകളിൽ മാത്രമല്ല സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ദുബായിലും നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബട്ടർ ചീസ് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ ബട്ടറിന്റെ ടേസ്റ്റ് ഒക്കെ വരുന്നു, ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ബട്ടറിന്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും ഉണ്ടാവില്ല. ഈ ഒരു ബട്ടർ ചീസ് കേക്ക് തയ്യാറാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്